തിരുവനന്തപുരം അതിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. തിരുവാനന്തപുരത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. ദേവിക, നമുക്ക് കലോത്സവ വാർത്തകൾ കൊടുക്കണം, പക്ഷെ അതേസമയം പ്രേക്ഷകർക്ക് താല്പര്യം ഉണ്ടാവും അല്ലേ? അതെ, തിരുവാനന്തപുരത്തിൽ ഒരു പൂരമുണ്ട്, അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം. യെസ് യെസ് യെസ്. അപ്പോൾ മറ്റു വാർത്തകളുടെ പൂരം അതുകൂടെ നമ്മൾ അവതരിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. പൂരം കലക്കൽ വിവാദത്തിൽ ADGP മനോജ് എബ്രഹാം സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന കണ്ടെത്തൽ പോലീസ് ഒഴികെ മറ്റ് വകുപ്പുകൾക്കൊന്നും വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായിട്ട് പ്രജിത്ത് മോഹനൻ ചേരുന്നുണ്ട്. പ്രജിത്ത്, എന്തായാലും പൂരം കലക്കൽ അതൊരു വലിയൊരു വിവാദമായിട്ട് ഇപ്പോഴും അവശേഷിക്കുകയാണ്. പോലീസിന് മാത്രമേ വീഴ്ച സംഭവിച്ചിട്ടുള്ളൂ എന്നാണ് ADGP, ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ADGP മനോജ് എബ്രഹാം റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ആ റിപ്പോർട്ടിലെ മറ്റ് പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ എന്തൊക്കെയാണ്? അനിൽ, ഇത് ഈ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട ത്രിതല അന്വേഷണമാണ് പോലീസ് അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് നടന്നു വരുന്നത്. അതിൽ ഒരു ഭാഗം മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട മാത്രം റിപ്പോർട്ടാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് ഇതിലെ പോലീസിന്റെ വീഴ്ചകൾ സംബന്ധിച്ച അന്വേഷണം നടത്തുന്നത് ക്രൈംബ്രാഞ്ചാണ്. അതോടൊപ്പം ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും നടക്കുന്നുണ്ട്. അതോടൊപ്പം ഈ വിവിധ വകുപ്പുകൾ പൂരം അലങ്കോലമാക്കാൻ ഗൂഢാലോചന നടത്തിയെന്നൊരു ആരോപണം ഉയർന്നു കേട്ടിരുന്നു. ആ ആരോപണവുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന, മറ്റു വകുപ്പുകളുടെ വീഴ്ചകൾ സംബന്ധിച്ച പരിശോധന നടത്തിയ ADGP മനോജ് എബ്രഹാമാണ് ഇപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ പരാമർശിക്കപ്പെട്ട അല്ലെങ്കിൽ പ്രധാനമായും അന്വേഷിക്കപ്പെട്ടത് വനം, മറ്റ് ജില്ലാ ഭരണകൂടം, തദ്ദേശം, എക്സ്പ്ലോസീവ് വിഭാഗങ്ങൾ എന്നിവയുടെ വീഴ്ചകൾ സംബന്ധിച്ചുള്ള പഠനങ്ങൾ അല്ലെങ്കിൽ പരിശോധനയായിരുന്നു ADGP മനോജ് എബ്രഹാം നടത്തിയത്. ഇതിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ADGP കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷേ കൂടുതൽ ജാഗ്രതയും സുരക്ഷയും ഒക്കെ ഒരുക്കി വേണം ഇത്തരം കാര്യങ്ങൾ പൂരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഉണ്ടാകേണ്ടത് എന്നുള്ളൊരു ശുപാർശ കൂടി അദ്ദേഹം സമർപ്പിക്കുന്നുണ്ട്. ഏതാണ്ട് 20ഓളം ശുപാർശകളാണ് ഇത് സംബന്ധിച്ച് മനോജ് എബ്രഹാം നൽകിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായി അല്ലെങ്കിൽ എടുത്തു പറയേണ്ടത് എക്സ്പ്ലോസീവ് ഭാഗവുമായി ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ച് ഈ പൂരം നടക്കുന്ന സമയത്ത് ഇത്തരത്തിൽ വെടിക്കെട്ടിനും മറ്റുമുള്ള അനുമതി നൽകുന്നതിനപ്പുറത്തേക്ക് ഈ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഈ മേഖലകളിൽ ഉണ്ടാകാറില്ല, അല്ലെങ്കിൽ വെടിക്കെട്ട് നടക്കുന്ന പ്രദേശങ്ങളിൽ ഉണ്ടാകാറില്ല എന്നുള്ളൊരു നിരീക്ഷണം അദ്ദേഹം നടത്തുന്നുണ്ട്. എക്സ്പ്ലോസീവ് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർ, ജില്ലാ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് പോലെയുള്ള ഈ വെടിക്കെട്ട് നടത്തുന്നതിന് ചുമതലയുള്ള അല്ലെങ്കിൽ അതിൽ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥർ ഈ മേഖലയിലേക്ക് എത്തേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അത്തരം ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലും നിരീക്ഷണത്തിലും മാത്രമേ വെടിക്കെട്ട് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നുള്ളതാണ് ഇദ്ദേഹം നൽകിയിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ശുപാർശ. മറ്റു കാര്യങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പോലീസിന്റെ വീഴ്ച സംബന്ധിച്ച് ക്രൈംബ്രാഞ്ച് നടത്തുന്ന അന്വേഷണം, അതോടൊപ്പം ADGP MR അജിത് കുമാറുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം, ഈ ത്രിതല അന്വേഷണത്തിന്റെ ഒരു ഭാഗം പൂർത്തിയാക്കി ADGP മനോജ് എബ്രഹാം റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. അനിൽ നമ്പ്യാർ.